എനിക്ക് സത്യം പറഞ്ഞാൽ ലോകയെക്കുറിച്ച് ഒരുപാട് വിമർശനം ഉണ്ടെങ്കിലും ഞാൻ ലോകയ്ക്ക് റിവ്യൂ എഴുതിയായിരുന്നു, പ്രേമലുവിന് റിവ്യൂ എഴുതിയായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ എഴുതിയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ എഴുതിയപ്പോൾ എന്നെ കുറേ പേര് കൊന്നു. അതെന്തൊരു കൊന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഒന്നാമതൊരു സിനിമയാണ്, ഞാൻ ഒരുപാട് ചിരിച്ച സിനിമ, നല്ല ചിരിയാണ്. എനിക്ക് ആ ശ്രീനിവാസൻ സർവമായ കണ്ടു. അതിപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ നമ്മുടെ ടൈപ്പ് സിനിമയില്ലേ, നമ്മുടെ ടൈപ്പ് സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ. ഈ സർവ്വമായത്തിലും ഒക്കെ എല്ലായിടത്തും അത് അത്തരം സിനിമകൾ. ഞാൻ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പറഞ്ഞോട്ടെ, അങ്ങനത്തെ ഒരു രാജസേന പേഴ്സണലി രാജസേന ആരാധകർ, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ രാജസേന ആരാധകർ മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, അതൊരു പ്രത്യേക ഫ്ലേവറാണ്. ഇപ്പം CID ഉണ്ണികൃഷ്ണൻ കാണുമ്പോൾ ടൈറ്റിലില് ഒരു നസീർ സാറിന്റെ CID സിനിമ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക. അതുണ്ടാക്കുന്ന ഒരു ബിൽഡപ്പ്, അതുണ്ടാക്കുന്ന ക്യാരക്ടർ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ജയറാം ഇട്ട് വരുന്ന കോസ്റ്റ്യൂംസ്, സീക്രട്ട് ഫയൽസ് എന്നുള്ള പേര്, അതൊരു അൺമാച്ചബിൾ. അതായത് രാജസ്ഥാൻ അറ്റ് ഇറ്റ്സ് പ്രൈം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അതെവിടെ? അതാണ് ചോദിക്കുന്നത്. അതിന് അവസരം കിട്ടിയില്ല, കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ ഒരു 3-4 പേരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും ഈ ഇൻ്റർവ്യൂ കാണട്ടെ, കാരണം അവരും ആ പ്രോജക്റ്റ് ഒത്തിരി സ്പീഡാക്കട്ടെ. ഇതൊക്കെ കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈ CID ഉണ്ണികൃഷ്ണൻ്റെ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഒരു സിനിമയ്ക്കും, മലയാളം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു സിനിമയ്ക്കും ടൈറ്റിലിൽ ത്രൂ ഔട്ട് കയ്യടി കിട്ടി ഞാൻ കണ്ടിട്ടില്ല. CID ഉണ്ണികൃഷ്ണനിൽ മാത്രമാണ്. അതായത് നസീർ സാറിനെ കാണുമ്പോൾ കയ്യടി, അത് കഴിഞ്ഞ് KP ഉമ്മർ സാറിനെ കാണുമ്പോൾ കയ്യടി, അടൂർ ബാസിച്ചേട്ടനെ കാണുമ്പോൾ കയ്യടി, ആരെ കണ്ടാലും ആ പാട്ടിങ്ങോട്ട് സൂര്യൻ എന്നൊരു നക്ഷത്രം അപ്പം കയ്യടി. ആ നെസ്റ്റാൾജിക്ക് എന്ന് പറഞ്ഞാൽ അത് കാണിച്ചെന്തിനെന്നറിയോ, അത് ഞങ്ങളെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചാണ്. അതായത് അങ്ങനത്തെ ഒരു തരം CID പടങ്ങളുടെ പുറകെ വരാവുന്ന ഒരു CID ചിത്രമാണിത്. പിന്നെ ഞങ്ങൾക്ക് ഒന്നും പറയേണ്ടി വന്നില്ല. നമ്മുടെ അതിനകത്ത് ഒരു ലോജിക്കല്ലേ കളിച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ലോജിക്കിൻ്റെ ആവശ്യമില്ല. ഒരേപോലെ 3 പേര് വിഗ്ഗും വെച്ചോണ്ട് വന്നിരുന്ന് പാട്ട് പാടുന്നു. എന്തോരം എൻജോയ് ചെയ്ത സീക്വൻസാണ് ആ പാട്ടും. പിന്നെ അതിൽ ഇന്ദ്രൻ്റെ ചില ഡയലോഗ്സ്, ജയറാം നിന്നുകൊണ്ട് ആ ലാടൻ്റെ വേഷത്തിൽ നിന്നുകൊണ്ട് ഒരു 1.5 പേജ് ഡയലോഗ് ജയറാം പറയാം. അവിടെയൊക്കെ തിയേറ്ററിൽ എന്തൊരു ക്ലാപ്സായിരുന്നറിയാം. പിന്നെ ഇവർ 3 പേരും തരികയുടെ ഒരു യോഗ്യതയില്ലാത്തവന്മാരാണെന്നുള്ളത് ഓഡിയൻസ്. ഇവർ 3 പേരും CIDയുടെ വേഷത്തിൽ മറ്റേ സൂട്ട് ഇട്ടുകൊണ്ടൊരു വരവുണ്ട്. അപ്പം അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അത് ആ രാജസേനൻ എങ്ങും ഒളിച്ചോടി പോയിട്ടില്ല. അയാൾ ഇവിടെ തന്നെ ഉണ്ട്, അവസരങ്ങൾ കാത്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അതിനെന്താ വേണ്ടത്? അപ്പോൾ ഈ പ്രൊഡ്യൂസറാണോ വേണ്ടത്, അതോ സ്റ്റാർ കാസ്റ്റ് ആണോ? സ്റ്റാർ കാസ്റ്റ് ലാക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളില്ലെന്നല്ല, വിളിക്കുമ്പോൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഈ ഒന്നാമത് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ നല്ല കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ അത് ഇച്ചിരി നെഗറ്റീവായിട്ട് ഭയങ്കര ടൈമിംഗ് ആണ്. ഞാൻ 6:30 മണിക്ക് സ്ക്രിപ്റ്റുമായിട്ട് ലൊക്കേഷനിൽ ചെല്ലും. അപ്പോൾ ഒരു പുതിയ തലമുറയിലെ പയ്യനോട് പോയി എൻ്റെ കൺട്രോളറുടെ ഡേറ്റ് ചോദിച്ചു. അയ്യോ ആ സാറ് ഭയങ്കര ചിട്ടയാണ്, 6:30-ക്കൊക്കെ ഞങ്ങൾ ഉറക്കണിക്കുമ്പോൾ 11 മണിയാകും, അങ്ങനെയൊന്നും ഇനി പറ്റത്തില്ല, വെറുതെ ഒരു ദിവസം കൊണ്ട് പിണങ്ങിയൊക്കെ പോകേണ്ടി വരും, അതുകൊണ്ട് നമ്മളെ വിട്ടേരെ എന്ന് അങ്ങനെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, 11 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാൽ മതി. പക്ഷെ അതെനിക്ക് പറ്റത്തില്ല. ഞാൻ ഈ ഉച്ച കൊണ്ട് കവർ ചെയ്യുന്നൊരു കവറേജ് ഉണ്ട് എൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഉച്ച വരെ ആർട്ടിസ്റ്റിൻ്റെ ഫേസ് നല്ല ഫ്രഷായിരിക്കും, ഡയറക്ടറുടെ മനസ്സ് നല്ല ഫ്രഷായിരിക്കും, ക്യാമറാമാൻ വളരെ സ്മാർട്ടായിരിക്കും, ലൈറ്റിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ആ ഒരു ത്രില്ലിൽ നിൽക്കുന്ന സമയമാണ് ഉച്ച വരെ. ഉച്ചയ്ക്ക് സിനിമയുടെ ഒരു ലഞ്ച് അറിയാമല്ലോ, അത്യാവശ്യം ഒരു ഹെവി ഫുഡ് പോലെയാണ്. കുറേ കറികളും അതും ഇതും കൂടെ കഴിച്ച് 1 മണിക്കൂർ ചിലപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യും. ഈ റെസ്റ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാണ് പലരും എഴുന്നേറ്റ് വരണത് തന്നെ. ആർട്ടിസ്റ്റ് പ്രത്യേകിച്ച് ജയറാമിനെയൊക്കെ ജയറാം ഇതുപോലെ കിടന്ന് ഉറങ്ങിയാൽ എഴുന്നേക്കാതിരിക്കാൻ വേണ്ടി പുള്ളിയുടെ കയ്യിലൊരു ട്രിക്കുണ്ട്. വിളിക്കുമ്പോൾ അതുവരെ ഒരു കോഫി, സാർ കോഫി റെഡി. ഈ കോഫി വരാൻ വേണ്ടി 10 മിനിറ്റ് കിടക്കാൻ നോക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് കോഫിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് കോഫി ചോദിച്ചാൽ അപ്പോൾ കോഫി കൈ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒന്ന് ഡള്ളാവും. രാവിലെ മുതൽ നമ്മൾ ഉച്ചവരെ എടുക്കുന്ന ഒരു 3 സീൻ എടുത്തു എന്ന് വെച്ചോളൂ. ചെറിയ സീനൊക്കെ ആണെങ്കിൽ 3 സീൻ എടുക്കും. വൈകുന്നേരം ഒരു 2, ചിലപ്പോൾ ഒരു 1.5 സീൻ ഇത്രേ പോകത്തുള്ളൂ. അതാണ് ആ 2 ഷൂട്ടിംഗ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ ഈ 11 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ എന്തായാലും പറ്റത്തില്ല.
ഒരു 7:30, 8 കുറഞ്ഞ പക്ഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉടനെയെങ്കിലും തുടങ്ങണം, എങ്കിലേ എൻ്റെ ഒരു ഇത് സെറ്റാകത്തുള്ളൂ. അപ്പോൾ അതുമൊക്കെ ഒരു നെഗറ്റീവാണ്. ഏത് നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത്, ടൈമിങ് ഒക്കെ ഒരു നെഗറ്റീവാണ്. ഇവർക്കൊരു ധാരണ കാണും, അല്ലെങ്കിൽ ഒരു പേടി കാണും, നമ്മൾ ഇവരിലേക്ക് ഇറങ്ങി ചെല്ലില്ല എന്നുള്ളത്. നേരെ തിരിച്ചാണ്. അത്യാവശ്യം അവരെക്കാളുമൊക്കെ ന്യൂജൻ തിങ്കിങ് നമ്മുടെ വായനാശീലത്തിലും എഴുതുന്ന ശീലത്തിലും. അതാണ് ഞാൻ പറഞ്ഞത്, എഴുതി വച്ചിരിക്കുന്ന സിനിമകൾ വരാൻ പറ്റിയാൽ ഈ രാജസേനൻ ശക്തമായിട്ട് തിരിച്ചു വരും. ഈ പണ്ട് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സംസാരിച്ച രാജസേനൻ പ്രൈമിലും പറഞ്ഞ പോലെ എഴുത്തുകാരുടെ ഒരു പ്രഭാവം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ എഴുത്തുകാരായിട്ടുണ്ടായിരുന്ന ഒരു കൊളോബറേറ്റീവ് എഫേർട്ടിലും കൂടി സിനിമകൾ നന്നായ സമയമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എഴുത്തിൽ വരുന്നു, പിന്നെ അതൊരു ഫൈൻ ട്യൂണിങ് നടക്കുന്ന ആ ഒരു ഏരിയയും കൂടി ഉണ്ടല്ലോ, ആ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു തമാശ എഴുതാൻ പറ്റാവുന്ന, ഇപ്പോൾ സെമീദിൻ മാനുവൽ തോമസിനെ പോലെ അല്ലെങ്കിൽ കിരൺ ജോസിയെ പോലെ അങ്ങനെ ഒരു റൈറ്ററിനെ മിസ് ചെയ്യുന്നുണ്ടോ എത്രമാത്രം? ഇല്ല. അതെന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തിരക്കഥകളെല്ലാം ഒന്നിച്ചിരുന്നാണ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങളിതിൻ്റെ വൺ ലൈൻ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ എഴുതാനിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ വരുന്ന ഡയലോഗുണ്ട്. വൺ ലൈൻ ഉണ്ടാക്കാതെ എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിയത് അനിയൻ ബാവ ചേട്ടൻ ബാവ. അതും ഫസ്റ്റ് ഹാഫ് വായിച്ചു കഴിഞ്ഞ് ചായ ഓർഡർ ചെയ്ത് തിരിച്ചു വന്ന്, വായിച്ചല്ല കഥ പറഞ്ഞു കഴിഞ്ഞ് ചായ ഓർഡർ ചെയ്ത് തിരിച്ചു വന്ന് ചായയൊക്കെ കുടിച്ച്, അപ്പോൾ ഞങ്ങൾ ബാക്കി തുടങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് റാഫിയോട്, മതി. അല്ല സാർ ഇഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇൻ്റർവെല്ലാണ് ഞാൻ കാണുന്ന ക്ലൈമാക്സ്. ഇൻ്റർവെല്ലിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ സിനിമ നിങ്ങൾക്ക് ചെയ്യാം, ഇതിൽ വേണ്ട സാർ. അത് എങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു അതിനുള്ള സമയം നിങ്ങൾ 2 മണിക്കൂർ എടുത്തു ഫസ്റ്റ് ഹാഫ് പറയാൻ. ഞാനിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ എന്നെ ഞെട്ടിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഓർഡർ പറഞ്ഞിരിക്കുന്നത്. അതിനും മേലെ ഒരു സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കാൻ നിങ്ങൾക്കും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. അത്ര ഹെവി ആയിട്ടാണ് കൊണ്ടുവന്ന് ഫസ്റ്റ് ഹാഫ് നടത്തിയിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് മതി. അപ്പോഴും അവർക്ക് വിശ്വാസമാവില്ല. നാളെ 10 മണിക്ക് കിങ്സ് ഹോട്ടലിൽ വരിക, അഡ്വാൻസ് വാങ്ങുക. ഞാൻ പറയുകയാണ്, പ്രൊഡ്യൂസറടുത്ത് സംസാരിച്ചിട്ടില്ല. അതിൽ റാഫി ഒരു പ്രൊഡ്യൂസറുടെ ബന്ധവും കൂടെയാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പാഹാജയില്ലേ, അതിൽ രാജിക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. രാജിക്കയുടെ ബന്ധമാണ് റാഫി. ഇവർ മുഖത്തോടെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഞാനല്ലേ പറയുന്നത്, ഇത്രയും സിനിമ ചെയ്ത ഒരാളല്ലേ. ശരി സാർ, ഞങ്ങൾ വരാം. ഞാൻ 9 മണിക്ക്, ഞാൻ അപ്പോൾ കിങ്സിലാണ് താമസിക്കുന്നത്. ഞാൻ 9 മണിക്ക് ഉറക്കണിട്ട് അപ്പാജയും വിളിച്ച് അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു 10 മണിയാകുമ്പോൾ റാഫി മക്കാട്ടിൻ വരും. അവരൊരു കഥ പറയാനാണ് വരുന്നത്. അത് എനിക്ക് ഓക്കെയാണ് 100%. നമുക്ക് അവരെയും കമ്മിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പാജ പറഞ്ഞത് സാറിന് ഓക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മളല്ല, നമുക്കൊന്നുകൂടെ കേൾക്കാം. അവർ വന്ന് 10 മണിക്ക് എല്ലാവരും കൂടെ ഒരു മുറിയിൽ 6 പ്രൊഡ്യൂസേഴ്സ് മറ്റുണ്ട്. എല്ലാവരും കൂടെ മുറിയിലിരുന്ന് ഇവരങ്ങോട്ട് പറഞ്ഞ് ആ ഇൻ്റർവെലായപ്പോൾ നിർത്തി. പറഞ്ഞ് പിന്നെ ഈ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. നിർത്തിയപ്പോൾ അവർ പറഞ്ഞു സൂപ്പർ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇനി നമുക്ക് ഉള്ളതെന്ന് അവർക്ക് ചെക്ക് എഴുതി കൊടുക്കുക. അവിടെ കൊടുത്ത അഡ്വാൻസ് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ റാഫി എഴുതിയതൊക്കെ ആദ്യത്തെ കൺമണി എൻ്റെ കഥയാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്തതാണ്. ദില്ലിവാല രാജകുമാരൻ ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു ആഗ്രോ ഇൻഡസ്ട്രീസിലെ ഒരു MD ആയിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെയാണ് കഥ, മൂലകഥ. അതിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. ഈ ഹിറ്റ് റൈറ്റേഴ്സായിട്ട് എൻ്റെ അടുത്ത് ഒറ്റ ആളേ ഉള്ളൂ, രഘുനാഥ് പല്ലേരി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ നിന്നാണ് ഹിറ്റ്.